സങ്കീർത്തനത്തിൽ നിന്ന് വാക്യം 104:23. മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ. പകൽ മനുഷ്യൻ വേലയ്ക്ക് പോവുകയാണ്. എപ്പോൾ വരെയാണ് വേല? സന്ധ്യ വരെ. അപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവർ പകലിന് പകരം നൈറ്റ് ഡ്യൂട്ടി രാത്രിയിൽ ജോലി ചെയ്യുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, മനുഷ്യൻ വേല ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ മനുഷ്യനായ ആദത്തെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിലാക്കി. അന്ന് പാപമുണ്ടായിട്ടില്ല, പ്രകൃതിക്ക് ദോഷം വന്നിട്ടില്ല, മുള്ളും പറക്കാരയും മുളച്ചിട്ടില്ല. വളരെ സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്ന ആ കാലഘട്ടത്തിലും ദൈവം മനുഷ്യനെ നിയോഗിച്ചതിങ്ങനെയാണ്: തോട്ടം കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യാനും ദൈവം അവനെ അവിടെയാക്കി. തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. രണ്ടു വിധ ജോലി ദൈവം ആദാമിൽ ഭരമേൽപ്പിച്ചു. ശാപമെന്ന് തുടങ്ങിയിട്ടില്ല, കഷ്ടതകളൊന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷേ എല്ലാം ഭക്ഷിക്കാനുള്ള, സുഭിക്ഷമായി ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള അന്നും മനുഷ്യൻ വേല ചെയ്ത് ജീവിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുകയുണ്ടായി. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടന ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത് മനുഷ്യൻ വേല ചെയ്യണം എന്ന് വെച്ചാണ്. ഇനി പുതിയ നിയമത്തിലെ ചില വാക്യങ്ങൾ 1 തെസ്സലോനിക്കർ 2:9. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. രാവും പകലും വേല ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. 2 തെസ്സലോനിക്ക ലേഖനം 3:8-12 വരെയുള്ള വാക്യം. ആരുടെയും ആഹാരം വെറുതെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നത് അധികാരമില്ലഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. നിനക്ക് ജോലി ചെയ്യാൻ വയ്യെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, തിന്നുകയും ചെയ്യരുത്. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. സ്വന്തം കാര്യം നോക്കത്തില്ല, സ്വന്തം വീട്ടിലെ വേല ചെയ്യത്തില്ല, എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക. നിങ്ങളിൽ ചിലർ, എല്ലാവരുമല്ല, ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു. നോക്കിയേ, എത്ര ശക്തിമത്തായ ശാസനകളാണ്, പ്രബോധനങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 12-ാം വാക്യം. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. ഇത് വിശ്വാസികളോട് മാത്രമല്ല, പാസ്റ്റർമാരോടുള്ള ദൂതാണ്. പാസ്റ്റർ മുറ്റത്തെ പുല്ലുപോലും പറിക്കത്തില്ല. ഞാനിത് ആരെ ആക്ഷേപിക്കാനൊന്നുമല്ല പറയുന്നത്, ഇത് പൊതുവിൽ പറയപ്പെടേണ്ടുന്ന ഒരു സന്ദേശമാണ്. സുവിശേഷ വേലക്കാരൻ എന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വേല ചെയ്യണം. നിങ്ങൾ നോക്കൂ, കുറ്റവാളികളെ ജയിലിലടയ്ക്കാറുണ്ട്, അവരെ ശിക്ഷിച്ച് ആ ഇരുമ്പഴിക്കുള്ളിൽ ഇട്ടിരിക്കുക. പക്ഷേ അവിടെയും അവർക്ക് എന്തെങ്കിലും വേല കൊടുക്കാറുണ്ട്, ജോലി കൊടുക്കാറുണ്ട്. മനുഷ്യൻ വേല ചെയ്യണം. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. ഞാൻ ഒരു പിതാവാണ്, ഒരു ഭർത്താവാണ്. ഞാൻ ഇവിടെ ഇന്ന് ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. എനിക്കിത് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീടൊന്ന് തൂത്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല, ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ ശീലിക്കണം. പ്രായോഗിക ജീവിതത്തിൽ ക്രിസ്ത്യാനിത്വം വെളിപ്പെടുത്തണം. കറിക്ക് അരിഞ്ഞു കൊടുക്കുന്നത് ഞാനാ, എനിക്കതിൽ യാതൊരു ആക്ഷേപവും ഇല്ല. ഭാര്യ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നു, ഭർത്താവ് പത്രവും വായിച്ചുകൊണ്ടിരിക്കുകയല്ല. പഴമക്കാർ പറയുന്നൊരു വാക്കുണ്ട്, പ്ലാവല എടുക്കാൻ പ്രായമായവനെ കൊണ്ട് പ്ലാവല എടുപ്പിക്കണം. യഹൂദന്മാരുടെ ഇടയിലെ ഒരു പറച്ചിലാണ്, ഒരു തൊഴിൽ അഭ്യസിപ്പിക്കാത്ത മാതാപിതാക്കൾ അവരുടെ കുഞ്ഞിനെ മോഷ്ടാവാക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ ഇടയിൽ ആരും ജോലിയില്ലാത്തവരില്ല.
എല്ലാവരും ജോലി ചെയ്യുന്നത്. അവർക്ക് UN നിന്ന് ഐക്യരാഷ്ട്ര സംഘടന പലസ്തീനെ വിഭജിച്ച് പോകുമ്പോൾ അവർക്ക് കൊടുത്തത് കുറച്ച് മരുഭൂമിയായിരുന്നു, കുറച്ച് ചതുപ്പ് കണ്ടത്തിലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല, മരുഭൂമിയിലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവൻ പ്രാർത്ഥിച്ചു, ദൈവം അവന് ബുദ്ധി കൊടുത്തു, മരുഭൂമി അവൻ മലർവാടിയാക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും അധികം പച്ചക്കറി കയറ്റിവിടുന്നത്, ഏറ്റവും അധികം പുഷ്പങ്ങൾ കയറ്റിവിടുന്നത്, ഏറ്റവും അധികം പാല് കയറ്റിവിടുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഒരു പൊട്ടുപോലെ കിടക്കുന്ന ചെറിയ രാജ്യം, ഒരു അധ്വാനികളാണ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? 1 കൊരിന്ത്യർ 4:12. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ഞാൻ പെനിയേലി ചാക്കോ സാറിന്റെ കൂടെ 17 വർഷം നിന്നു. ആ മനുഷ്യന്റെ കഠിനാധ്വാനം, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കഠിനാധ്വാനം ചെയ്യുന്നു. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുന്നു. മനുഷ്യൻ ജോലി ചെയ്യണം. മനുഷ്യൻ തന്റെ വേലയ്ക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള വേലയ്ക്കായി തന്നെ. അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.